7 സഹോദരിമാർ ഒരേ ദിവസം വിവാഹം കഴിക്കാൻ ഒരു കരാറിൽ ഏർപ്പെട്ടു. മൂത്ത സഹോദരിമാർ എല്ലാവരും ധനികരും ശക്തരുമായ പുരുഷന്മാരെ വിവാഹം കഴിച്ചു. ഇളയ സഹോദരി മാത്രമാണ് ദരിദ്രനായ ഒരു നിർമ്മാണ തൊഴിലാളിയെ വിവാഹം കഴിച്ചത്. അവരുടെ വിവാഹദിനത്തിൽ അവളുടെ പ്രതിശ്രുത വധു ഒരു ട്രാക്ടറിൽ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. പണമില്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിച്ചതിന് മൂത്ത സഹോദരിമാർ അവളെ പരിഹസിച്ചു. എന്നാൽ ഇളയ സഹോദരി അതൊന്നും കാര്യമാക്കിയില്ല. കാരണം അവൾ പണത്തിനു വേണ്ടിയല്ല അവനെ സ്നേഹിച്ചത്. പിന്നെ അവൾ തന്റെ പ്രതിശ്രുത വധുവിനൊപ്പം വീട്ടിലേക്ക് പോയി. രോഗിയായ മൂത്ത സഹോദരനെയും ബുദ്ധിവൈകല്യമുള്ള രണ്ടാമത്തെ സഹോദരനെയും മുടന്തനായ അമ്മയെയും കണ്ടപ്പോൾ അവൾ പൂർണ്ണമായും ഞെട്ടിപ്പോയി. അമ്മ അവളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവരുടെ കുടുംബം എത്ര ദരിദ്രമാണെന്ന് സത്യസന്ധമായി അവളോട് പറയുകയും ചെയ്തു. ഇത് ആ മനുഷ്യനെ വളരെയധികം അസ്വസ്ഥനാക്കി. സത്യം കണ്ടതിനു ശേഷം തന്റെ വധു പോകുമെന്ന് അയാൾ ഭയപ്പെട്ടു. പക്ഷേ പെൺകുട്ടി ഒട്ടും വെറുപ്പ് കാണിച്ചില്ല. പകരം അവൾക്ക് തന്റെ ഭർത്താവിനോട് ആഴമായ സഹതാപം തോന്നി. മുഴുവൻ കുടുംബത്തെയും പോറ്റാൻ അവൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് അറിയാമായിരുന്നു. എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതം നൽകാൻ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്യുമെന്ന് അവൾ അവനോട് ഉറച്ചു പറഞ്ഞു. അവളുടെ ദയുള്ള വാക്കുകൾ അമ്മയെ വളരെയധികം സ്പർശിച്ചു. കുടുംബത്തിന്റെ യജമാനത്തിയുടെ റോളിനെ പ്രതിനിധീകരിക്കുന്ന സമ്മാനം അവൾക്ക് നൽകാൻ അവൾ തീരുമാനിച്ചു. അന്നുമുതൽ കുടുംബം താൻ കൈകാര്യം ചെയ്യുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കുടുംബകാര്യങ്ങളും അവൾ ഏറ്റെടുക്കും. കുടുംബത്തിന്റെ ജീവിതം ദുഷ്കരമാണെന്ന് പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഇപ്പോഴും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും അവളെ വിശ്വസിച്ചു. ഒരു ദിവസം അവരുടെ ജീവിതം മികച്ചതാക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്ന് അവൾ സത്യം ചെയ്തു. പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു, ഈ സമ്മാനം കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കളുടെ മേൽ അവൾക്ക് നിയന്ത്രണം നൽകി. സത്യത്തിൽ അവർ വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു. അവളുടെ ആത്മാർത്ഥമായ ഹൃദയത്തെ പരീക്ഷിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ദരിദ്രരാണെന്ന് നടിച്ചു. അവളുടെ ദയയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ മനുഷ്യന് അവളോട് കുറ്റബോധം തോന്നി. ഉടൻ തന്നെ അവളോട് സത്യം പറയാൻ അവൻ പദ്ധതിയിട്ടു. അവൾ എല്ലാം കണ്ടെത്തിയാൽ അത് ഒരു അത്ഭുതകരമായ ആശ്ചര്യമോ വലിയ ഞെട്ടലോ ആയിരിക്കുമോ?